നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ഞാൻ റിയാദിലാണ് ഇരിക്കുന്നു. ഈവെന്റിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം ഇന്ന് രാവിലെ ഇത് സംസാരിക്കുന്നു. മാർക്കറ്റ് നെഗറ്റീവിലാണ് ഓപ്പൺ ആയിരിക്കുന്നു. ഓൾറെഡി 250 പോയിന്റ് മൈനസിലാണ് ഇരിക്കുന്നു സെൻസെക്സ്. അടുത്ത 79 പോയിന്റ് നിഫ്റ്റി ഡൗണിലിരിക്കുന്നു. ഇന്നലെ എല്ലാ അമേരിക്കൻ മാർക്കറ്റ്സും ഡൗൺ ആണ്. ഇന്നലെ US ടെക് സ്റ്റോക്കിൽ ഭയങ്കര ഫാൾ ആണ്. ഇത് കാരണം എന്ത് എക്സ്പെർട്ട് ചെയ്യുന്നു എന്നാൽ $1 ട്രില്യൺ വന്നിട്ട് വൈപ്പ് ആയിരിക്കുന്നു. വലിയ സ്റ്റോക്കിൻ്റെ വാല്യൂ വന്നിട്ട് 5%, 6% കറപ്റ്റ് ആയിരിക്കുന്നു. മൈക്രോസോഫ്റ്റ് നിന്ന് ലോയിലിരിക്കുന്നു. ഗൂഗിളിലെയും ഒരു 3-4% അടിച്ചിരിക്കുന്നു. ഹാർഡ്വെയർ കമ്പനിയുടെ സ്റ്റോക്കും താഴെ ഇറങ്ങി വിழுന്നിരിക്കുന്നു. ഈ സെൽ ഓഫ് ഇന്നും കണ്ടിന്യൂ ആകുമെന്ന് തോന്നുന്നു. മറ്റ സ്റ്റോക്കൊക്കെ റാലിയായി ഈ S&P 500 കുറച്ച് വിളാതെ അവിടെ പിടിച്ചു നിൽക്കുന്നു. നാസ്ഡാക്ക് വിളുന്ന അത്രയ്ക്കും S&P 500 വീഴുന്നില്ല. കുറച്ച് താഴെ വിഴട്ടുമെന്ന് എതിർനോക്കിയിരിക്കുന്നു. മൈക്രോസോഫ്റ്റിനെ വാങ്ങണം എന്ന് വിചാരിച്ചവരൊക്കെ 1-2 എന്ന് കൺസിഡർ ചെയ്യും. ആൽമാർട്ട് ഇന്നലെ $1 ട്രില്യൺ കമ്പനിയായി പോയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതുപോലെ മറ്റു കമ്പനിയൊക്കെ കയറി ഈ സോഫ്റ്റ്വെയർ റൂട്ടിനെ രക്ഷിക്കാൻ നോക്കുന്നു. ഈ സോഫ്റ്റ്വെയർ റൂട്ട് എന്ന് പറയുന്നത് ഇന്നും ഡീപ്പൻ ആകും. ബട്ട് ഈ ഫാൻസി $ബില്യൺ ഡേറ്റ ഫാമൊക്കെ ഇടുന്നു എന്ന് പറയണതൊക്കെ മാർക്കറ്റിൽ പ്രഷർ വന്നിട്ട് ബിൽഡാകും. ഇതിൽ നിങ്ങൾ ക്ലിയർ ആയിട്ടിരിക്കണം. ഇതൊക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അവിടെ നിന്നൊക്കെ എടുക്കുന്നു. ഗോൾഡ് തിരികെ 5000 താഴെ വിടുന്നിരിക്കുന്നു. ഇന്ത്യയിൽ 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. സോ 15,200 വന്നിട്ട് 24 ക്യാരറ്റ് ഗോൾഡും 14,100 and 200 22 ക്യാരറ്റ് ഗോൾഡും ഇരിക്കുന്നു. വെള്ളിയുടെ തന്നെ ഭയങ്കരമായിട്ട് അടിച്ചിരിക്കുന്നു. ഭയങ്കര അടിയാണ്. $63 വരയ്ക്കും ചെന്നിരിക്കുന്നു. ഇന്ത്യ ബൗൺസ് ഈ $63-70 എന്ന് പറയുന്നത് ഒരു ഫെയർ പ്രൈസാണ്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ 2.22 പട്ടണിരിക്കും. രാവിലെ ഞാൻ പറഞ്ഞിരുന്ന ഇവർ പറയുന്ന 2.80 വിശ്വസിക്കേണ്ടെന്നോ. എന്ത് വിലയിൽ വെക്കാൻ ആളിരിക്കുന്നു, വിൽക്കുന്ന വില എന്ത് എന്ന് നിങ്ങൾ നോക്കണം. ആ വിൽക്കുന്ന വിലയ്ക്ക് നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങാം. അത് 220 210 ഇരിക്കും. ഞാൻ ആക്ച്വൽ സിൽവറിൻ്റെ വില സിൽവർ ഇന്നും ക്രാക്ക് ആവും. ഓൾഡം ക്രാക്കായി 14,200 ഇരിക്കുന്നു. നമ്മളെ 4 ടാർഗറ്റിലിരുന്ന് ഒരു 1,600-1,800 രൂപ കൂടുതലിരിക്കുന്നു. സോ ഇതിനെക്കുറിച്ച് വിഷമിക്കാൻ ഇവിടെ ഒന്നുമില്ല. മാർക്കറ്റ് പ്രഷറിൽ തന്നെ ഇരിക്കും. ഇന്നും താഴെ സെൽ ഓഫ് വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. നമ്മളെ സ്ഥലത്തിലുള്ള മാർക്കറ്റ് വലുതായിട്ടൊന്നും റിയാക്റ്റ് ആയില്ല, പക്ഷേ റിയാക്റ്റ് ആകും. വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ വളരെ കൂടുതൽ നഷ്ടമുണ്ടായിരിക്കും. നിങ്ങളെ ലോസിനെ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. 63 എന്നത് ഈ വോളറ്റിലിറ്റിയിൽ കട്ടാകുവാണെങ്കിൽ $50 വരയ്ക്കും ഇറങ്ങാൻ ചാൻസസ് ഉണ്ട്. അതായത് 170 to 150 കറക്റ്റ് വില. അതുവരയ്ക്കും താങ്ങാൻ പറ്റുമോ, ഈ വൈപ്പ് ഔട്ട് ആകുമോ എന്ന് നിങ്ങൾ തന്നെ നോക്കണം. ഞാൻ അറിഞ്ഞു ഒരുപാട് ആൾക്കാർ വന്നിട്ട് ട്രേഡ് കാർഡിൽ ഫ്രാങ്ക് ചെയ്ത് തന്നെ വെള്ളി വാങ്ങിയിരിക്കും. അതൊക്കെ വളരെ കഷ്ടത്തിലാണ് പോയി തീരും. അതാണ് ഞാൻ തിരികെ പറയുന്നത്, കടൻ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന്. മാർക്കറ്റ് ഗോസ് എഗെയിൻസ്റ്റ് യു. ഇവിടെ നിന്ന് എണീക്കുന്നത് ഭയങ്കര പാടായിരിക്കും. ഇതാണ് ക്ലിയർ ആയിട്ടുള്ള ന്യൂസ്. അമേരിക്കയിൽ ഒരു അൺസർട്ടനിറ്റി ഇരിക്കുന്നു. US ടെക് താഴെ വിടും. ഇതേ സമയം നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ അത് തെറ്റാവും. ബിറ്റ്കോയിൻ 60,000 വന്നിരിക്കുന്നു. ബിറ്റ്കോയിൻ 60 ഇരിക്കുന്നു. ബട്ട് ഒരു പേര് അറിയാതെ കോയിനൊക്കെ ഇതും ഇടം தெரியாതെ പോയിരിക്കുന്നു. കാരണമാണ് ഞാൻ പലവട്ടം പറഞ്ഞത് നിങ്ങളെടുത്ത് ക്രിപ്റ്റോയുടെ പുറകെ പോകണ്ടെന്ന്. അതൊരു ക്രേസി വേൾഡാണ്. നമ്മളതിന് വിട്ടിട്ട് വരാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നു ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. വലിയ പ്ലെയേഴ്സൊക്കെ സപ്ലൈ ഡിമാൻഡിൽ മാനേജ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാശിനടിക്കും നമ്മൾ ആ ഗ്യാപ്പിന് ഹോൾഡ് ചെയ്തിരിക്കേണ്ടത് വരും. അപ്പോൾ ഇതിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ മേലെ നിങ്ങൾ തിരികെ വന്ന് എൻ്റെ അടുത്ത് $D ചോദ്യങ്ങൾ ചോദിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോളറൈസേഷൻ എന്ന ട്രേഡിനെ അടിച്ച് ഗാലിയാക്കിയിരിക്കും ഈ മാർക്കറ്റ്. വേൾഡിൽ ഈ ട്രേഡർ ആൾട്ടർനേറ്റ് ഡോളർ ഒന്നുമില്ല. ട്രേഡിന് ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന വരയ്ക്കും ഡോളർ തന്നെ രാജ. ആൾട്ടർനേറ്റ് എന്തെങ്കിലും വരുമെന്ന് ഞാൻ അറിയുവാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം പറയും നിങ്ങളടുത്ത്. ഡോളറിന് ആൾട്ടർനേറ്റ് ഇല്ല, ഗോൾഡിന് ആൾട്ടർനേറ്റ് ഇല്ല, സിൽവർ പുതിയ ഗോൾഡും അല്ല. ഡെഫിനറ്റ്ലി കോപ്പർ ആ സ്റ്റേജിന് വരത്തില്ല, അതും കിടപ്പിലായിരിക്കുന്നു. ഇനി തൊട്ട് നിങ്ങൾ മെറ്റൽസിൽ ട്രേഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ നിർത്തുന്നത് നല്ലതാണ്. ഇതുപോലെ സംശയങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ നിർത്താം. അപ്പോൾ ഇന്ത്യയുടെ സൈഡ് നിങ്ങൾ തിരിയാം. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നു. ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിളിൽ ഹെവി ലോസ് ആണ്.
ടേൺ ഓവർ 26% കുറഞ്ഞിരിക്കുന്നു. അയ്യോ എന്താ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ പാസഞ്ചർ വെഹിക്കിളൊക്കെ നന്നാൻ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സൈബർ അറ്റാക്ക് കാരണം ജയിലറിന് 3 മാസം മൂടിയ കാരണം അന്ന ഒരു ഔട്ട്കം ആണിത്. ഇത് കുറച്ച് ദിവസത്തിൽ ശരിയാവും. ടാറ്റ മോട്ടോഴ്സിൻ്റെ റേഞ്ച് റോവറിൻ്റെ ബേസിക് മെറ്റീരിയൽ റാണിപ്പേട്ടിൻ്റെ അടുത്തേക്ക് ഒരു ഫാക്ടറിയിൽ അസംബിൾ ചെയ്ത് ലോകത്തിന് സപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇവരുടെ ഡിമാൻഡ് വളരെ കൂടുതലിരിക്കുന്നു. ഇന്ത്യയുടെ ഡിമാൻഡിന് ഈ റാണിപ്പേട്ട് ഫാക്ടറി മൂലം തീർക്കാം എന്നവർ നോക്കിയിരിക്കുന്നു. ഇതിൽ ഇവരുടെ ലോസ് ഹെവി ആയിരിക്കുന്ന കാരണം ഈ പ്രാവശ്യം ഡിവിഡൻഡ് വരുമോ എന്ന് സംശയമുണ്ട്. ബട്ട് ഈ ലോസിന് ഇവർ ഡെഫിനറ്റായിട്ട് മേക്കപ്പ് ചെയ്യും. ഇതാണ് ടാറ്റ പാസഞ്ചറിലുള്ള ന്യൂസ്. ഇന്ന് അവരെ ഇനിയൊരു ട്യൂണായിരിക്കുന്ന ടാറ്റ സ്റ്റീലിൻ്റെ റിസൾട്ട് വരുന്നു. അതിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിന് പ്രോഫിറ്റ് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഷെയർസും നല്ല ഹൈ ലെവലിലാണ് ഇരിക്കുന്നു. ഇത് കാരണം ടാറ്റ സ്റ്റീലിൽ പ്രോബ്ലം ഇരിക്കത്തില്ല. ഇന്തോ US ട്രേഡ് ഡീലിനെ കുറിച്ച് നോക്കാം. ഇവിടെ എന്ത് പറയുന്നു എന്നാൽ പീയൂഷ് ഗോയൽ ഫസ്റ്റ് ട്രാൻസാണ് ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ട്രാൻസ് വരാൻ 5 ദിവസം എടുക്കും. എപ്പോഴാണ് റേറ്റ് കുറയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ശേഷം എക്സിക്യൂട്ട് ഓർഡർ സൈൻ ആവും. എപ്പോൾ റേറ്റ് കുറയ്ക്കും എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ശേഷമാണ് എക്സിക്യൂട്ട് ഓർഡർ സൈൻ ചെയ്യുന്നത്. വെർച്വൽ സൈനിങ്സ് എന്ത് ചെയ്ത് പോകുമെന്ന് പറയുന്നു. സൈനിങ് സെറമണി തീർന്നതിന് മുമ്പേ മാർച്ച് 20 ആകും. മാർച്ച് 30 നിങ്ങൾക്ക് ടാരിഫ് കുറയുവാണെങ്കിൽ നിങ്ങൾക്ക് ലക്കാണ്. എന്തൊക്കെ പറയുന്നു, അടുത്ത 500 ബില്യൺ നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷേ ലോങ് ലിസ്റ്റ് പഠിക്കുന്നു. 100 ബോയിങ് പ്ലെയിൻ 70 ബില്യൺ എന്ന് പറഞ്ഞ ഉടനെ സമ്മതിച്ചു. അത് 5 വർഷത്തിൽ $500 ബില്യൺ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ട്രംപ് സൗത്ത് കൊറിയയുടെ മേളിൽ സാങ്ഷൻ ചെയ്തതുപോലെ നമ്മളെ മേളിൽ ഇടാൻ ചാൻസസ് ഉണ്ട്. സോ ഇതിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കുന്നത് വളരെ ബെറ്ററാണ്. സൺ ഫാർമയിൽ അസാമിൽ ഒരു ഫാക്ടറി കിട്ടിയല്ലേ 500 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട്. എന്തെന്ന് എന്നാൽ ഈ ഒരു പോൾബോൺ ഇലക്ഷനിൽ പോകുന്ന സ്റ്റേറ്റിൽ തന്നെ അനൗൺസ്മെൻറ്റ്സ് വരും. ഇത് കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അവരുടെ ഫാക്ടറിക്ക്. ഗവൺമെൻറ് ഇതിനെ ക്ലീൻ എടുത്തിരിക്കും. ഇതന്നെ നടക്കാൻ പോകുന്നു. ഇതാണ് ഫാർമയിലുള്ള ഒരു വലിയ ഡെവലപ്മെൻറ്റ്. ലില്ലിക്ക് വന്നിട്ട് മോഹൻജദാരോ ആൻഡ് സബ്ബോമോൻ സൂപ്പറായിരുന്ന കാരണം പാറ്റൻറ്റ് ഇപ്പോൾ പോകത്തില്ല എന്ന് അവർക്ക് തീരുമാനമായതും ലില്ലിയുടെ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. ലില്ലിക്ക് സിപ്ലേ റെപ്പോ ടൈപ്പ് ഇരിക്കുന്നു. ലോങ് ടേമിൽ ഇത് സിപ്ലേക്ക് ബെനിഫിറ്റബിൾ ആയിരിക്കും. ഇന്ന് IT സ്റ്റോക്കൊക്കെ ഭയങ്കര അടിയാണ്. എല്ലാം 1.5-2% വിളുന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട IT സ്റ്റോക്കിന് 1-2 എന്ന് കൺസിഡർ ചെയ്യാം. അമേരിക്കയിൽ ഇപ്പോൾ റിക്കവറി ഇരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയിൽ റിക്കവറി ആയാൽ തന്നെ പിന്നെ ഇവിടെ തിരികെ കയറും. ഇന്നൊരു 300-400 പോയിന്റ് വിളുവാണെങ്കിൽ 2000 പോയിന്റിൽ 1000 പോയിന്റ് പോയി. ഇൻഡെക്സ് താഴെ വിളുന്നത് വെച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഭയങ്കര വേദന ഇരിക്കും. എല്ലാവർക്കും ഓർമ്മയിരിക്കും ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ട് റിസർവ് ബാങ്കിൽ പെർമിഷൻ ചോദിച്ചിരുന്നു ഫെഡറൽ ബാങ്കിൽ 9.9% സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ അവരുടെ പൊസിഷനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്രൂവൽ കിട്ടി, പക്ഷേ വോട്ടിംഗ് റൈറ്റ് ഇല്ല. ആ ബാങ്ക് വന്നിട്ട് 9.9% കാശിനെ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓവറാളാ നോക്കുകയാണെങ്കിൽ ബാങ്കിങ്ങിൽ ഡെപ്പോസിറ്റ് പിടിക്കുന്നത് വളരെ പാടായിട്ടിരിക്കുന്നു. ഡെപ്പോസിറ്റൊക്കെ ഹൈ കോസ്റ്റ് ആയിരിക്കുന്നു, വാല്യൂബിൾ ആയിട്ട് ഇല്ല. ഇന്ന് RBI റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിലും ഡെപ്പോസിറ്റ് പിടിക്കുന്നത് വളരെ പാടായിട്ടിരിക്കും. സോ RBI റേറ്റ് കട്ടിന് ഞാൻ ഒരു ടോപ്പ് ഷോ ആയിട്ട് തന്നെ നോക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.